ചൈനയിൽ വ്യാപകമായി പടരുന്ന HMP വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 3 മാസം പ്രായമുള്ള കുട്ടിക്കും 8 മാസം പ്രായമുള്ള കുട്ടിക്കും ഗുജറാത്തിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് സ്ഥിരീകരിച്ചത്. കുട്ടികൾക്ക് വിദേശ യാത്രാ പശ്ചാത്തലം ഇല്ല. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇത് ഇന്ത്യയിൽ മാത്രം ഉള്ള ഒരു പ്രതിഭാസമാണോ അതോ ചൈനയിലുണ്ടായ വകഭേദം അത് ഇന്ത്യയിലും എത്തി എന്നാണോ പറയേണ്ടത്? ഇത് കുട്ടികളിൽ മാത്രമാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഐസൻ, മുതിർന്നവരിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ചൈനയിൽ വ്യാപകമായി പടരുന്ന HMP വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 3 മാസം പ്രായമുള്ള കുട്ടിക്കും 8 മാസം പ്രായമുള്ള കുട്ടിക്കും ഗുജറാത്തിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് സ്ഥിരീകരിച്ചത്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ചേരുന്നുണ്ട്. ഡോക്ടർ ജ്യോതിദേവ്, IMAയുടെ പ്രതിനിധി ഡോക്ടർ ജ്യോതിദേവ് ഉണ്ട്. ഡോക്ടർ ജ്യോതിദേവ്, ഇതിപ്പോൾ കുട്ടികളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കുട്ടി, 3 മാസം പ്രായമുള്ള കുട്ടി ആശുപത്രി വിട്ടു എന്ന് പറയുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഡോക്ടർ ജ്യോതിദേവ്? എനിക്ക് തോന്നിയത് നമ്മൾ വളരെ പ്രോ ആക്റ്റീവായിട്ടാണ് ജനം TV ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. കോവിഡ് പാൻഡമിക് സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് കോവിഡിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ ഞാനും അതിലുണ്ടായിരുന്നു. അത് ജനം TV ആയിരുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ക്രിമറ്റോറിയത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് കുഞ്ഞുങ്ങളേത് മാത്രമല്ല. നമ്മൾ ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് 2001 നെതർലൻഡ്സിൽ കണ്ടുപിടിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 10-50 വർഷങ്ങളായിട്ട് അത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അതിന്റെ രോഗലക്ഷണങ്ങൾ ജലദോഷം, തൊണ്ടവേദന, പനി, അങ്ങനെ നമ്മൾ സാധാരണ ഇൻഫ്ലുവൻസ, റെസ്പിറേറ്ററി സിൻഷിഷ്യൽ വൈറസിലൊക്കെ കാണുന്നത് പോലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. അത് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണ ലക്ഷണങ്ങൾ വരുന്നത്. അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് രോഗം പിടിപെടും. ഒരാഴ്ചയ്ക്കുള്ളിൽ നിൽക്കാറുമില്ല, ലക്ഷണങ്ങൾ നിൽക്കാറുമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ ജലദോഷം പോലെ വന്നു പോകുന്ന രോഗം മാത്രമാണ്. പക്ഷേ ഈ 2024 അവസാനവും 2025 ആരംഭത്തിലും ചൈനയിലെ നോർത്തേൺ ചൈനയിൽ നിന്നും അതുപോലെ ഇപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നുമൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറച്ച് അധികം രോഗങ്ങളുള്ള ആൾക്കാർക്ക്, അത് 65 വയസ്സിലധികം പ്രായമുള്ള പ്രമേഹം അനിയന്ത്രിതമായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ കിഡ്നി, ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആൾ, ശ്വാസകോശ രോഗമുള്ള ആൾക്കാർ, അങ്ങനെ മറ്റ് രോഗങ്ങളുള്ള ആൾക്കാർക്ക്, സ്റ്റീറോയിഡ് കഴിക്കുന്ന രോഗികൾക്ക്, അവർക്കെല്ലാം പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പ്രതിരോധ ശേഷി കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ബ്രോങ്കൈറ്റിസും ന്യൂമോണിയയും എൻസെഫലൈറ്റിസും ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൈറസ് കാരണമല്ല വാസ്തവത്തിൽ മരണം സംഭവിക്കുന്നത്. ഈ വൈറസ് മറ്റു രോഗങ്ങൾക്ക് കാരണമാകുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 50 വയസ്സിന് ശേഷമൊക്കെ ഒരുപാട് വാക്സിനേഷൻസ് ഉണ്ട്. എല്ലാ വർഷവും എടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ, അതുപോലെ ന്യൂമോണിയയ്ക്ക് കൊടുക്കുന്ന 3 വാക്സിൻസ്, ന്യൂമോണിയ വരാതിരിക്കാനായിട്ടുള്ള പ്രതിരോധം നമുക്ക് തരുന്നു. അതുപോലെ ഹെർപ്പിസിന്റെ വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്രോസ് ഇമ്മ്യൂണിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇൻഫ്ലുവൻസ വൈറസ് അമേരിക്കൻ ഐക്യനാടുകൾ ഒരു വർഷം 6 ലക്ഷം പേരുടെ മരണത്തിന് ഇപ്പോഴും കാരണമാകുകയാണ്. അപ്പൊ അതിനർത്ഥം ഈ വൈറസുകളൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വാക്സിൻസിലൂടെ മാത്രമേ ഒരു പ്രതിരോധം സാധ്യമാകുകയുള്ളൂ. ഇതിന് വാക്സിൻ ഇല്ല. ഹ്യൂമൻ മെറ്റാനിമോ വൈറസിന് ഇതുവരെ ഒരു ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചില്ല, ഫലപ്രദമായ ചികിത്സയും കണ്ടുപിടിച്ചില്ല. കാരണം അത് എപ്പോഴും മൈൽഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ജലദോഷമുള്ള ആൾക്കാര്, ചെറിയ തൊണ്ടവേദന, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ മാസ്ക് ഒക്കെ ധരിച്ച് ഒരു അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, 50 വയസ്സിന് ശേഷമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഇവിടെ ലഭ്യമാണോ? നമ്മുടെ നാട്ടില് അത് 10-30 വർഷങ്ങളായിട്ട് ലഭ്യമാണ്. നമ്മളുടെ രോഗികൾക്കെല്ലാം നമ്മൾ പലപ്പോഴും നിർബന്ധിച്ചാണ് അത് കൊടുത്തു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും കൊടുത്തു വരുന്നത്. കാരണം എന്തിനാ എന്നുള്ള എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾ അവയർ അല്ല എന്ന് തോന്നുന്നു, അല്ലേ?
നമ്മളൊട്ടും അവയറല്ല. കുഞ്ഞുങ്ങൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ്പ് എന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെ അല്ല. നമ്മുടെ ആയുസ് ഒരുപാട് വർദ്ധിച്ചു വരികയല്ലേ. നമ്മളൊരു 20 ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആയുസ് നൂറ്റാണ്ടുകളോളം പരിശോധിക്കുകയാണ് എങ്കിൽ 30 വയസ്സിൽ താഴെയായിരുന്നു. പല ആൾക്കാരും ധരിച്ചിരിക്കുന്ന അന്ന് ഞങ്ങളൊരു ചോദ്യമായിട്ടൊരു സർവേക്ക് വേണ്ടി പലരോടും ചോദിച്ചപ്പോൾ 200 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആയുസ് വെച്ച് പലരും പറഞ്ഞത് 120 വയസ്സ്, 110 വയസ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതിന് ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല. മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആയുസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ആയുസ് കൂടിക്കൂടി വന്നത് ആന്റിബയോട്ടിക്സും പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആയുസ് കൂടി 50 വയസ്സും 60 വയസ്സും കഴിഞ്ഞപ്പോൾ ഏകദേശം 75 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് 50 വയസ്സിന് ശേഷം ഒരുപാട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആവശ്യമായിട്ട് വരികയാണ്. ആ വാക്സിൻസ് നമ്മൾ ഇൻഫെക്ഷൻസിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ പോലും ആ വാക്സിൻസ് ഹൃദ്രോഗവും സ്ട്രോക്കും കിഡ്നി ഫെയിലറും ഒക്കെ തടയുകയാണ്. കാരണം ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ പല രോഗങ്ങളും നമുക്ക് വരുന്നത്. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ഒരു അവബോധം ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച്, പ്രത്യേകിച്ചും ഈ 50 വയസ്സിന് ശേഷമുള്ള കുത്തിവയ്പ്പുകളെ കുറിച്ച് വേണം എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ പ്രമേഹ ബാധിത മാത്രമല്ല മറ്റ് അസുഖങ്ങൾ, ഈ കിഡ്നി പേഷ്യൻസ് അവരെയൊക്കെയാണ് ഇത് ഗുരുതരമായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെല്ലാം കുട്ടികളിലാണ് ഡോക്ടർ. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ഈ ജലദോഷം, തൊണ്ടവേദന, പനി തുടങ്ങിയ ആ രോഗലക്ഷണങ്ങൾ വരുത്തി തീർക്കുന്നതിൽ ഏകദേശം ഒരു 15% രോഗങ്ങൾ വരുത്തി തീർക്കുന്നത് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് തന്നെയാണ്. അപ്പൊ അത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. അത് ഒരുപക്ഷെ ഗുരുതരമായി മാറാൻ സാധ്യതയുള്ളത് ഈ കൊച്ചു കുഞ്ഞുങ്ങളിലാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഈ 2-3 റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളിലാണ് എങ്കിൽ കൂടിയും പ്രായമുള്ള ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടായിരിക്കാം. കാരണം ഈ റിപ്പോർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾ ആരും തന്നെ വിദേശത്ത് സഞ്ചരിച്ചിട്ടില്ല, അവർക്ക് ആ കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ആശങ്കയ്ക്ക് വക നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാര്യം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കോഡ് പോലെ തന്നെ നമുക്ക് അത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ചൈനയിലെ നമ്മുടെ ഇപ്പൊ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുതിർന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ രോഗം വന്നിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതും 65-70 വയസ്സും പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള മറ്റ് രോഗങ്ങളുള്ളവർക്കാണ്. അതുകൊണ്ട് ഈ ജനൻ ടി വി ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിക്കോഷൻ, നമ്മുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിന്റെ പ്രത്യേകത നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ നമുക്ക് ലോഞ്ചിവിറ്റി, ലൈഫ് സ്പാൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കൂടുതൽ പ്രിക്കോഷൻസ്, പ്രതിരോധ നടപടികൾ എടുത്തിരിക്കുക തന്നെ വേണം. HMP വൈറസ് ബാധ നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും അതിൻ്റെ വകഭേദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? HMP വർഷങ്ങളായിട്ടുള്ള ഒരു വൈറസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20-23 വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു വൈറസാണ്. പക്ഷേ കൊറോണ വൈറസ് നമുക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നല്ലോ. കോവിഡും പുതിയ വൈറസ് ആയിരുന്നല്ലോ. പക്ഷെ അതിന്റെ ഭാവം മാറി, രൂപം മാറി, അതിന്റെ തീവ്രത മാറി. അപ്പോൾ ഈ വർഷം അത് പെട്ടെന്ന് 2024 അവസാനത്തോടു കൂടി അതിന്റെ തീവ്രതയിൽ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നതും. നമ്മൾ ഇനി ഒരു പക്ഷേ അതിനെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ നമ്മുടെ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ പോലെയുള്ള റാപ്പിഡ് ടെസ്റ്റുകളെല്ലാം നമ്മൾ അതിനുവേണ്ടി കോവിഡ് സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്കത് ആവശ്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. തൽക്കാലം നമ്മൾ എല്ലാവരോടും പറയുന്നത് ഭീതി വേണ്ട, ആശങ്ക വേണ്ട എന്നൊക്കെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ജനൻ ടി വി പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു സന്ദേശം നേരത്തെ തന്നെ ജനങ്ങളിൽ എത്തിക്കണം. ഈ വൈറസ് പണ്ട് മുതലേ ഉള്ള വൈറസ് തന്നെയായിരുന്നു. ആ വൈറസ് നമ്മൾ ഭയപ്പെട്ടിരുന്ന വൈറസ് ആയിരുന്നില്ല. അത് കൊറോണ വൈറസ് പോലെ തന്നെ ഇതും ഉറങ്ങിക്കിടന്നിരുന്ന ഒരു വൈറസ്, ഒരു 4-5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചുമയും ജലദോഷം മാത്രം ഉണ്ടാക്കിയിരുന്ന ഈ വൈറസ് ഇപ്പൊ പെട്ടെന്ന് ന്യൂമോണിയയും അതുപോലെ തലച്ചോറിൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തീവ്രതയേറിയ ഒരു വൈറസിന്റെ ഒരു ഭാവം ഇതിനിപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിന് അങ്ങനെ രൂപാന്തരം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളും ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം. ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് തീർത്തും അറിയില്ല, അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയില്ല. ഒരുപാട് വീഡിയോസ് കാണുന്നു, ഒരുപാട് റിപ്പോർട്ടുകൾ കാണുന്നു. അതൊക്കെ ശരിയാണ് എങ്കിൽ നമ്മൾ 5 വർഷം മുമ്പ് ഭയന്നിരുന്നത് പോലെ 2-3-4 മാസങ്ങൾ കഴിയുമ്പോൾ അത് ലോകമെമ്പാടും പടരാം. പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ. നമുക്ക് അതിനു മുമ്പ് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുവാനും അതിനുള്ള ടെസ്റ്റുകളും അതിനുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനും സാധിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ രമേഷ് കുമാർ ആർ അദ്ദേഹവും ചേരുന്നുണ്ട്.
ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, കുട്ടികളെയാണ് ഇപ്പോൾ ഈ HMP വൈറസ് ബാധിച്ചിരിക്കുന്നത്. ഡോക്ടർ ജ്യോതിദേവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഇത് ബാധിക്കും, അതിനുള്ള സാധ്യത ഒക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബാംഗ്ലൂരിൽ 2 കേസ്, അതുപോലെ ഗുജറാത്തിലൊരു കേസ്, അത് കുട്ടികളിൽ ആയത് എന്തുകൊണ്ടാണ്? നമസ്കാരം. ഞാൻ അതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹ്യൂമൻ മെറ്റാനോമ വൈറസ് HMPV നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെയുള്ളൊരു വൈറസാണ്. നമ്മുടെ കുട്ടികളിൽ നേരത്തെ വന്നുവരുന്ന റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് RSV, അതിന്റെ ഒരു ജനറ്റിക് കോപ്പി തന്നെയാണ് ഈ HMPV. ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കേരളത്തിൽ തന്നെ ഈ PCR ടെസ്റ്റിംഗ് എന്ന് പറയും, DNA സീക്വൻസ് വഴി ഏത് വൈറസാണ് ഐസൊലേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതായത് കോവിഡിന് ശേഷം, കോവിഡിന്റെ കൂടാണ് അങ്ങനെ ആ ടെസ്റ്റ് വന്നത്, കോവിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ. അത് വന്നതിന് ശേഷം ഈ വൈറസും ഇതുപോലെ തന്നെ ഉള്ള മറ്റു ചില വൈറസ് ഉണ്ട്, അഡിനോ വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ, ഇതെല്ലാം നമ്മളിപ്പോൾ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹ്യൂമൻ മെറ്റാനോമ വൈറസ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിട്ട് ഞങ്ങൾ ഈ രംഗത്തുള്ളവർക്ക് പലർക്കും ഇപ്പം തോന്നുന്നില്ല. വെച്ചാൽ ഞാൻ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ HOD, പീഡിയാട്രിക്സ് ഡയറക്ടറുമാണ്. ഞങ്ങൾക്ക് ഒരു മാസം ഒരു 8-10 കേസെങ്കിലും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഹ്യൂമൻ മെറ്റാനോമ വൈറസ് കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു വശം. പിന്നെ ഈ മെറ്റാനോമ വൈറസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കുട്ടികളിലെ കൂടുതലായിട്ട് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ത്രോട്ടിന്റെ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഇതുകൊണ്ടൊരു വൈറൽ ന്യൂമോണിയാസ് വരാൻ ചിലപ്പോൾ. പിന്നെ വരാവുന്ന പ്രധാനമായിട്ടും ഉള്ളത് ഇത് ആസ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ വീസിങ് ട്രിഗർ ചെയ്യും, അതായത് ഉത്തേജിപ്പിക്കും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറയും. അവരിൽ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യാവുന്ന ഒരു വൈറസാണിത്. അപ്പോൾ ഒരു ആസ്മ ഉള്ളവരില്ലെങ്കിൽ ആസ്മയുടെ ടെൻഡൻസി ഉള്ള കുട്ടി അല്ലെങ്കിൽ വീസിങ് ഉള്ള ഒരു കുട്ടിക്ക് ഈ ഒരു HMPV ഇൻഫെക്ഷൻ വന്നാൽ നല്ല രീതിക്ക് ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇത് ഞങ്ങളുടെ ഭാഗത്ത് കൂടുതൽ കണ്ടുവരുന്നത്. ഇത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എപ്പോഴും എക്സ്ട്രീം പ്രീടൈം, ഒരുപാട് പ്രിമച്വർ ബേബീസ്, അവർക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി കുറവാണ്. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് മരുന്നുകൾ എന്തെങ്കിലും ക്യാൻസറോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ചില അസുഖങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവരെ, പിന്നെ എൽഡർലി, ഇപ്പൊ ജ്യോതിദേവ് സാറൊക്കെ പറഞ്ഞ എൽഡർലി, അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണ് കൂടുതലും ഇതിനൊരു ഇഷ്യൂസ് വരാനുള്ള സാധ്യത. അതർവൈസ് ഇതൊരു മറ്റു വൈറസുകളെ പോലെ കടന്നു പോകുന്ന ഒരെണ്ണമാണ്. ഇതിന്റെ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻസിന്റെ പൊതുവായുള്ള തത്വത്തിൽ പോകുന്ന നമ്മൾ നല്ല ന്യൂട്രീഷൻ, നല്ല ഹൈഡ്രേഷൻ, റെസ്റ്റ്, ഇങ്ങനെയുള്ള സിംറ്റമാറ്റിക് സപ്പോർട്ട്, ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള മരുന്നുകൾ, പിന്നെ വല്ല രീതിയിലെയും ന്യൂമോണിയ വല്ലതും ഡെവലപ്പ് ചെയ്താൽ നമ്മൾ അതിനുള്ള എക്സ്ട്രാ സപ്പോർട്ട്. ഇതാണ് ഇതിന്റെ ഒരു കെയർ. ഡോക്ടർ രമേശ്, ഈ വൈറസ് എത്രത്തോളം അപകടകാരിയാണ്? ഈ വൈറസ് അപകടകാരി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതിന്റെ തന്നെ ഒരു കണ്ടിന്യൂസ് തീർച്ചയായും ക്ലാരിഫൈ ചെയ്താൽ ഇത് നമുക്ക് ചില കുട്ടികളിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ ത്രോട്ട് ഇൻഫെക്ഷൻ, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ത്രോട്ട് നോസിൽ വരുന്ന ഇൻഫെക്ഷന്, ന്യൂമോണിയ, പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ആസ്മാറ്റിക്സിലൊക്കെ വീസിങ് വരാം. അപ്പൊ അതിനെ അത്രയ്ക്ക് രീതിയിൽ കണ്ടാൽ മതി. ഇതിന് നമ്മൾ മറ്റു വൈറസിനെ പോലെ നമ്മൾ ഇത് കോവിഡ് പോലൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് ഒത്തിരി അൺകവർ ചെയ്ത് വരുന്നു, കൂടുതൽ ഐസൊലേറ്റ് ചെയ്ത് വരുന്നു. ചൈനയിൽ ഒത്തിരി നമ്പർ വരുന്നു എന്ന് പറയുന്നു. നമുക്ക് ചൈനയിലെ കാര്യമാണ് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന മോർട്ടാലിറ്റി വളരെ, ഞാൻ പറഞ്ഞ പോലെ വളരെ തീരെ പൊടിക്കുഞ്ഞുങ്ങൾ, എക്സ്ട്രീം പ്രീടൈം ബേബിയിലോ രോഗപ്രതിരോധ ശക്തി കുറവുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നോ അങ്ങനത്തെ ആൾക്കാരിലോ മാത്രമേ ഉള്ളൂ ഇത് സാധാരണഗതിക്ക് ഇത് ന്യൂമോണിയ വന്ന്. അത് മറ്റു വൈറസിന് ഇതേ ഗതി തന്നെയാണ്, മറ്റേ ഇൻഫ്ലുവൻസായി എല്ലാം ഇത് തന്നെയാണ്, എല്ലാ വൈറസും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ കവിഞ്ഞൊന്നും ഇതിനകത്ത് കൂടുതലായിട്ടുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളതൊരു എന്നാണ് ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻസിന്റെ ഇടയ്ക്കുള്ള പൊതുവേ ഉള്ള ഞങ്ങളുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസും ലിറ്ററേച്ചറിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിയാലും നമ്മുടെ പഴയ ഇത്ര നാളത്തെ ഈ വൈറസിന്റെ ചരിത്രം നോക്കിയാലും മനസ്സിലാകുന്നത്. ഡോക്ടർ, നമ്മുടെ ഹെൽത്ത് കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ ചോദിക്കാം. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം പ്ലീസ്. ഡോക്ടർ, ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ വൈറസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പെട്ടെന്ന് അതിനൊരു വിർലൻസ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ആ ജനറ്റിക് ഫോർമേഷൻ വന്നിട്ടുണ്ടോ? ആ ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സമാനമാണോ ചൈനയുടെ ഇതിൻ്റെ പോലെ?
നമ്മൾ നിലവിലുള്ള ഞങ്ങളുടെ ഇപ്പോൾ നമ്മൾ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ മെറ്റാനിമോ വൈറസ് അത്ര വിർലൻസ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി വൈറസ് ഐസൊലേറ്റ് ചെയ്തു. ഞങ്ങൾ മിക്ക ഡോക്ടർമാർക്ക് ഇതൊക്കെ PCR ടെസ്റ്റിംഗ് വന്നതുകൂടെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വൈറസിന്. പക്ഷെ ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ സുഖമായി കടന്നുപോയി, കൂടുതൽ ഒരു പ്രശ്നമില്ലാതെ കടന്നുപോയി. അപ്പം പിന്നെ ഇത് ചൈനയിൽ അതിന് മ്യൂട്ടന്റ് സ്ട്രെയിൻ വരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യയിലെ നമുക്കിപ്പം 2-3 കേസുകൾ വന്നതിനകത്ത് എവിടെയോ മ്യൂട്ടന്റ് സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞൊന്നും എവിഡൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ഇതുവരെയും സപ്പോർട്ടീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ അക്കാഡമിയുടെ ഇപ്പോഴത്തെ അഭിപ്രായവും. ഞങ്ങൾ ആ രീതിയിലാണ് ശിശുര വിദഗ്ധരുടെ അക്കാഡമിയിലുള്ള പൊതുവെയുള്ള കോൺസെൻസസ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പോകുന്നത്. പുതിയ വിർലൻസ് കൂടിയ സ്ട്രെയിൻ ഒന്നും മെറ്റാനിമോ വൈറസിൽ കറന്റായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായും മറ്റൊരു ചോദ്യം കൂടി ഇപ്പോൾ സംശയം വരുന്നത്, മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇതിനെ ആൻറ്റിവൈറൽ ഡ്രഗോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ ഒന്നും തന്നെ ഇപ്പോൾ അത് ഉപദേശിക്കാൻ അല്ലെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നൊരു വിവരമാണ് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എങ്ങനെയാണ്? അത് സത്യമാണ് ഈ പറഞ്ഞത്. സാറ് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ ഇതൊരു വൈറസ് ഇൻഫെക്ഷന്റെ പൊതുതത്വം അങ്ങനെയാണ്. വൈറസ് ഇൻഫെക്ഷൻസിനകത്തിൽ ചുരുക്കം ചില വൈറസ് ഇൻഫെക്ഷൻസിനെ ഉള്ളൂ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉള്ളൂ. നമുക്കിപ്പോൾ ഇൻഫ്ലുവൻസയ്ക്ക് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എന്നാൽ അതിരിക്കെ നമ്മളിപ്പോൾ ഇത് വരുന്ന അഡിനോ വൈറസിന് കുട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് വൈറസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റൈനോ വൈറസ് എന്ന് പറഞ്ഞുണ്ട്, RST റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. ഇതിനൊന്നും സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇതിനൊക്കെ റെസ്റ്റും ന്യൂട്രീഷനും പിന്നെ സപ്പോർട്ട് വളരെ ചുരുക്കമായി ഇങ്ങനത്തെ കുട്ടികൾ ചിലപ്പോൾ ന്യൂമോണിയ വളരെ ചുരുക്കമായി I must say less than 0.1% വല്ലതും വന്നെങ്കിൽ ന്യൂമോണിയ അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ അവർക്ക് നമ്മൾ ICU കിടത്തി ഓക്സിജൻ സപ്പോർട്ടും അതിനനുസരിച്ചുള്ള ന്യൂട്രീഷൻ സപ്പോർട്ടും കൊടുക്കുക. അത് പതുക്കെ അത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോഎക്സിസ്റ്റ് ചെയ്ത് വന്നെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുക. അല്ലാതെ ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ബോഡി ശരീരം തന്നെത്താനെ കളയുന്ന ഒരു ഇതാണ്. ബോഡി ഓവർകംസ് ദ വൈറസ് ഇൻഫെക്ഷൻ ജസ്റ്റ് ലൈക്ക് എനി അതർ വൈറസ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് പറയുമ്പോൾ ഇതിനെ അത്രയും ഈ ഭയപ്പെടാൻ തക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് നമ്മുടെ ഇതിനകത്ത് വ്യക്തമായി വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ വൈറസ് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടെസ്റ്റിംഗ് കൂടുതൽ നടക്കുന്ന കാരണം കൂടുതൽ വൈറസിനെ നമ്മളിങ്ങനെ എല്ലായിടത്തും PCR പാനൽ ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അന്നല്ലാതെ അതിനകത്ത് ഒരു ഡെഡ്ലി വൈറസ് എന്നോ ഒന്നും പറയാനുള്ള ഒന്നും ഇതുവരെയും നമുക്ക് അനുകൂലമായ ഒരു എവിഡൻസും വന്നിട്ടില്ല. അതിനനുസരിച്ചുള്ള മ്യൂട്ടേഷൻ വന്നിട്ടുമില്ല. ഡോക്ടറോട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ എല്ലാവരും ആശങ്കയിലാണ്. ഇനിയിപ്പോൾ കൊറോണ പോലെ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ്, ഭീതിയിലാണ്. എല്ലാവരും അത് പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്ക് എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം? അത് വളരെ ഒരു ഇങ്ങനത്തെ പുതിയ വൈറസോ അല്ലെങ്കിൽ എപ്പിഡമിക്സോ സ്പ്രെഡ് ചെയ്യുന്ന വരുമ്പോൾ നമ്മൾ വളരെ ചില ആശങ്കകൾ കാണും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് നമ്മുടെ SMS എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇതിന് കോവിഡിന് പറഞ്ഞിരുന്ന പോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, പിന്നെ ഹാൻഡ് വാഷിംഗ്, ഇങ്ങനെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ കറന്റായിട്ട് ഇപ്പം കമ്മ്യൂണിറ്റിയിൽ അത്ര ഇൻഫെക്ഷ്യസ് അല്ലത്. നമ്മൾ ഒരു മംസോ അല്ലെങ്കിൽ മീസൽസോ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്നും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലെവലിലേക്ക് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ടിവിറ്റി വന്നിട്ടില്ല. അപ്പം അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. ന്യായമായും നമ്മൾ സമൂഹത്തിൽ കൂടുതൽ പനിയുള്ള കുട്ടികളുടെ അടുത്ത് കുട്ടികളാണെങ്കിൽ പനിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ വിടാതിരിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് അങ്ങനെ പനിയുള്ളവരുമായിട്ട് അടുപ്പം തോന്നുവാണെങ്കിൽ അവർക്ക് മാസ്ക് ഉപയോഗിക്കുക. അതുകൂടാതെ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കാൻ കുട്ടികളുണ്ട്, അവർ പ്രത്യേകിച്ചും മാസ്ക് ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ നീക്കുക അവരുടെ കാര്യത്തിൽ. അല്ലാതെ കവിഞ്ഞൊന്നും നമ്മളിപ്പോൾ ഇതിനെ ഒരു ത്രെട്ടായിട്ട് എടുക്കാനോ, ഇതിനെ ഏത് വൈറസ് ഇൻഫെക്ഷനെയും നമ്മൾ ഇൻഫ്ലുവൻസ ഇതുപോലെ തന്നെയാണ്, പല വൈറസുകളും ഉണ്ട്. ഇതെല്ലാം പോലെ തന്നെ ഉള്ളൂ ഈ ഒരു വൈറസിന്റെ കറന്റായിട്ടുള്ള ഇതിന്റെ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും വരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും വരാനുള്ള സാധ്യതകൾ കാണുന്നുമില്ല. നമ്മുടെ ഈ വൈറസുമായിട്ടുള്ള ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ കാണുന്നില്ല നമ്മൾ. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ രമേഷ് കുമാർ. ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും താങ്കളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. വളരെയധികം നന്ദി. ഡോക്ടർ ജ്യോതിദേവ് തുടരുകയാണ്. ഡോക്ടർ ജ്യോതിദേവ് നമ്മുടെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഐസൻ കൂടിയുണ്ട് എന്നോടൊപ്പം. ഐസൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഐസൻ പ്ലീസ്. ഡോക്ടർ കേൾക്കാമോ? ഐസൻ പറയൂ.
യെസ് ഡോക്ടർ, ഇതിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ എൻസെഫലൈറ്റിസിൻ്റെ സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന്. പണ്ട് ജപ്പാൻ ജ്വരം എന്നൊക്കെ പേരിൽ നമ്മൾ കേട്ടിരുന്നു, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ നമ്മൾ കേട്ടിരുന്നു. അതുപോലുള്ള സമാനമായ ഈ മസ്തിഷ്ക ജ്വരമാണോ ഇത് ഉണ്ടാക്കുന്നത്? നമുക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് പബ്ലിഷ്ഡ് ആണ്. അപ്പം നേരത്തെ ഡോക്ടർ രമേശ് സൂചിപ്പിച്ചിരുന്നത് പോലെ നമുക്ക് ഈ വൈറസ് വർഷങ്ങളായിട്ട് അറിയാവുന്ന വൈറസാണ്. ഇപ്പോൾ കൊറോണ വൈറസും വർഷങ്ങളായിട്ട് അറിയാവുന്ന വൈറസാണ്, ഇൻഫ്ലുവൻസ വൈറസും വർഷങ്ങളായിട്ട് അറിയാവുന്ന വൈറസാണ്. പക്ഷേ വൈറസിൻ്റെ പ്രത്യേകത അതിന് പെട്ടെന്ന് അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നു, അതിൻ്റെ സ്ട്രെയിനിൽ വ്യത്യാസം വരുന്നു. അപ്പം നമ്മൾ പല പേരുകൾ അതിനെ പറയും, ആൻറ്റിജനിക് ഡ്രിഫ്റ്റ്, ആൻറ്റിജനിക് ഷിഫ്റ്റ് എന്നൊക്കെയാണ് ഇൻഫ്ലുവൻസ വൈറസിന് പറയുന്നത്. അതുപോലെ ഇതിനെന്തെങ്കിലും രൂപഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഈ ചൈനയിൽ ഇതുപോലെ ഇത് മരണങ്ങൾക്ക് കാരണമാകുകയും ഈ റിപ്പോർട്ട് ഇപ്പം നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നതിനൊക്കെ കാരണം ഇതിനെന്തോ ഒരു വ്യത്യാസം ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ വരുന്നൊരു കോംപ്ലിക്കേഷനാണ്. അവിടെ വരുന്നൊരു വീക്കം എന്ന് വേണമെങ്കിൽ പറയാം. എൻസെഫലൈറ്റിസ് അതുപോലെ ബ്രെയിനിൽ വരുന്നൊരു ഇൻഫ്ലമേഷനാണ്. അങ്ങനെ പല അവയവങ്ങളിൽ ഇത് മറ്റ് വ്യത്യാസങ്ങൾക്കും ഗുരുതരമായ മറ്റ് രോഗങ്ങൾക്കും കാരണമാകാം. അത് ഡയറക്റ്റായിട്ട് ഈ വൈറസിൻ്റെ ഭാഗമായിട്ടും ഇത് വരാം. അല്ലാതെ ഈ വൈറസ് വന്ന് ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരുപാട് രോഗങ്ങളുള്ള അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ ഇമ്മ്യൂൺ റെസ്പോൺസ് വേണ്ട വിധത്തിലില്ല എങ്കിൽ ഈ വൈറസ് ബാധ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വൈറസിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രായമുള്ള ആൾക്കാർ വാക്സിൻസ് എടുക്കണമെന്ന് പറയാൻ കാരണം ഈ വാക്സിൻസിന് ക്രോസ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ഒരു വാക്സിൻ നമ്മുടെ രോഗികൾക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ വർഷവും എടുക്കുന്ന വാക്സിൻ ആ വർഷത്തേക്ക് വേണ്ടി വരുന്ന വ്യത്യാസമുള്ള വാക്സിൻ്റെ പേര് സെയിം ആയിരിക്കും. ഇപ്പോൾ ക്വാഡ്രിവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത് 2 ഇൻഫ്ലുവൻസ എയും 2 ഇൻഫ്ലുവൻസ ബിക്കും കൊടുക്കുന്ന വാക്സിനാണ്. അതുപോലെ ന്യൂമോണിയയ്ക്ക് കൊടുക്കുന്ന വാക്സിൻസ് കോൺജുഗേറ്റ് വാക്സിനുണ്ട്, പോളിസാക്കറൈഡ് വാക്സിനുണ്ട്, അതിൽ ബൂസ്റ്റർ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള വാക്സിൻസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കും, നമ്മൾ ഇതിനു വേണ്ടി തരുന്ന വാക്സിൻ അല്ല, ഈ രോഗം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ രോഗത്തിലൂടെ മറ്റ് പല രോഗങ്ങൾക്കും കാരണമായി മാറുകയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ കാരണം ഒരു വർഷം 6 ലക്ഷം പേര് അമേരിക്കയിൽ മരിക്കുന്നു എന്നൊരു കണക്കുണ്ട്, നമുക്ക് ഇന്ത്യയിൽ കണക്കില്ല. അപ്പോൾ അത് ഇൻഫ്ലുവൻസ കാരണം മരിക്കുന്നതല്ല, ഇൻഫ്ലുവൻസ കാരണം മറ്റു രോഗങ്ങൾ വന്ന് മരണമടയുന്നതാണ്. ഇപ്പോൾ കിഡ്നി രോഗമുള്ള ആൾക്ക് പെട്ടെന്ന് കിഡ്നിയിൽ രോഗം വർദ്ധിക്കുന്നു. ഇപ്പോൾ ഹൃദയത്തിൽ രോഗം വരാൻ സാധ്യതയുള്ള ആൾക്ക് പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയറൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അതുപോലെ ഇപ്പം ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇപ്പം ഐസൻ പറഞ്ഞ പോലെ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, മയോകാർഡൈറ്റിസ് ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് അല്ലെ എപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷത്തിന് ഹോസ്പിറ്റലിൽ പോകില്ല, പക്ഷെ പെട്ടെന്ന് ശ്വാസം മുട്ട് അനുഭവപ്പെടുക. ഇപ്പോൾ വീട്ടിൽ BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ ഒരു പ്രായമുള്ള ആൾക്കാർ പെട്ടെന്ന് BP കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരിക, വിട്ടുമാറാത്ത ചുമ വരിക. ഒരു ശ്വാസകോശ രോഗമുള്ള ആൾക്ക് വീട്ടിൽ ചിലപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടാകും, നെബുലൈസർ ഉപയോഗിക്കുന്നുണ്ടാകും, പക്ഷെ അതിലൊന്നും നമുക്ക് ആശ്വാസം കിട്ടാത്ത വിധത്തിൽ ശ്വാസം വിട്ട് പെട്ടെന്ന് വർദ്ധിക്കുക. അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകണം, കാരണം അത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് എങ്കിലും നമുക്ക് പെട്ടെന്ന് ടെസ്റ്റുകൾ ചെയ്ത് ഇത് ഇൻഫ്ലുവൻസയാണോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള അത്ര റാപ്പിഡായിട്ട് ടെസ്റ്റുകളൊന്നും എല്ലായിടത്തും ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ തീവ്രമാണെന്ന് തോന്നുകയാണ്, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു പോവുക, പെട്ടെന്നൊരു എപ്പിലെപ്സി പോലെ സീഷർ പോലെ നമുക്ക് വരിക, അപസ്മാരം പോലെ അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ പനിയോട് ഒപ്പം തൊണ്ടവേദനയോടൊപ്പം ജലദോഷത്തോടൊപ്പം സാധാരണ ജലദോഷം വരുമ്പോൾ കാണാത്ത വിധത്തിലുള്ള ഏതെങ്കിലും രോഗലക്ഷണം വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക തന്നെ വേണം. നമുക്കറിയാം, ഇപ്പം നേരത്തെ ഡോക്ടർ രമേശ് സൂചിപ്പിച്ചതുപോലെ തൽക്കാലം ഇന്ത്യയിൽ ഭയക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. പക്ഷേ ജനം TV പ്രോഗ്രാം നടത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് കാലത്ത് 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ചൈനയിൽ നിന്നും ഈ രോഗം രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ട് പോലും അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നതും നമ്മൾ മാർച്ച് മാസത്തോടുകൂടി 2020 ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം ആ ലോക്ക്ഡൗണും അതിനുശേഷം വാക്സിനേഷൻസുമാണ് നമ്മളെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണമായിട്ട് മാറിയത്. അതുകൊണ്ട് ഈ രോഗം തീവ്രമല്ലായിരിക്കാം, ചിലപ്പോൾ തീവ്രമായിട്ട് മാറിയേക്കാം. എന്തായാലും മുൻകരുതൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ, ഇപ്പം അത് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം, പ്രായമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു 30-40 വയസ്സുള്ള ചെറുപ്പക്കാരായിരിക്കാം, അവർ
ഈ രോഗം മറ്റൊരാൾക്ക് വന്നാൽ ആ ആൾക്ക് ഈ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ പ്രായമുള്ള ഒരാളുണ്ട്, വീട്ടിൽ കിഡ്നി മാറ്റി വെച്ച ഒരാളുണ്ട്, വീട്ടിൽ അനിയന്ത്രിതമായ ഡയബറ്റീസ് ഉള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ഹൃദ്രോഗം വന്ന ഒരാളുണ്ട്, സ്ഥിരോയിഡ് കഴിക്കുന്ന രോഗിയുണ്ടെങ്കിൽ അവരിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അകലം പാലിക്കണം. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെയുള്ള സുരക്ഷാ മാർഗങ്ങൾ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ ആ ഇൻഫെക്ഷൻസ് വന്നാൽ അത് മരണത്തിന് കാരണമായിരിക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. യെസ്, ആ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡോക്ടർ ജ്യോതിദേവ് താങ്കളെപ്പോലുള്ളവരെ ഞങ്ങൾ സമീപിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആവശ്യമായി വരും. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ വീണ്ടും അല്ലെ, അത് ചുമയുള്ളവർ, ജലദോഷമുള്ളവർ അവർ മാസ്ക് ധരിക്കുക, തൽക്കാലം മാസ്ക് ധരിക്കുക. അതിനെക്കുറിച്ചൊരു അവബോധം എല്ലാവരിലും ഉണ്ടാവുന്നതും ഒരുപക്ഷെ നന്നായിരിക്കും. ഞാൻ ഡോക്ടർ ജ്യോതിയെ വളരെയധികം നന്ദി. ഞാൻ ഐസണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഐസൺ അല്ലേ, അപ്പോൾ ഏകദേശം ഒരു പിക്ചർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആശങ്ക വേണ്ട, അതേസമയം നമ്മൾ മുൻകരുതൽ സ്വീകരിക്കണം അല്ലേ ഐസൺ? എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും കൊറോണയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീരെ ആശങ്ക വേണ്ടാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പീഡിയാട്രീഷ്യൻ, അതായത് കുട്ടികളിലും, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇതിനെ ഗുരുതരമായി ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. 10% കുട്ടികളിലെങ്കിലും ഇത് രോഗബാധയുണ്ടായാൽ അത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാവുക, തീർച്ചയായും ഇത്തരത്തിലുള്ള സുരക്ഷിതമായ അകലം പാലിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ചെയ്യുക, സ്വയം അതിനുവേണ്ടി തയ്യാറാവുക എന്നതാണ് ആ കാര്യത്തിൽ വളരെ കൃത്യമായി ചെയ്യാനുള്ളൊരു കാര്യം. അതുപോലെ തന്നെ പ്രായമായവരുടെ കാര്യത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 വയസ്സിന് ശേഷമുള്ളവരുടെ എല്ലാം ഈ തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ രീതികൾ, അതായത് 50 വയസ്സിന് ശേഷമുണ്ടാകുന്ന സ്വാഭാവികമായ ശാരീരിക പ്രശ്നങ്ങളെയെല്ലാം തന്നെ പരിശോധിക്കുന്നതിനും അത് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിനും തയ്യാറാവുക എന്ന ആ കൃത്യമായൊരു നീക്കത്തിൽ മുന്നോട്ട് പോയാൽ പ്രതിരോധിക്കാവുന്ന രോഗം മാത്രമാണ് ഈ പ്രശ്നം എന്ന്, അതായത് HPV എന്ന് പറയുന്ന രോഗം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കരുതൽ അനിവാര്യമായും വേണ്ടതാണ്. വലിയ രോഗങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതയോ ഭീതിജനകമായൊരു സാഹചര്യമോ നിലവിലില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. യെസ്, പ്രേക്ഷകരെ ആശങ്ക വേണ്ട. അതേസമയം നമ്മുടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞതുപോലെ അതിനായിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കുക. ഐസണാണ് ഈ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.